നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഇന്ന് തേഴ്സ്ഡേ എപ്പിസോഡ്, അതായത് ഒന്നുമില്ല, ബേസിക്കലി ഗബ്രിയുടെ വരവും ശ്രീധുവിൻ്റെ പോക്കും ഉള്ള എപ്പിസോഡിൽ അല്ലേ? അതെ. മുത്തുവിൻ്റെ സന്തോഷവും മീരയുടെ ദുഃഖവും എന്ന് പറഞ്ഞ മാതിരി അതുപോലത്തെ ഒരു ദിവസമാണ് കേട്ടോ. ഒന്ന് രാവിലെ എല്ലാവരും കണ്ണും നട്ട് ഗബ്രിയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു വിഷുക്കണി പോലെ ഗബ്രി വന്നു അല്ലേ? അതൊക്കെ പോട്ടെ, വിധു വന്നു കേട്ടോ. എന്നാലും വിധുവിനെ ചോദിച്ച ആൾക്കാരുണ്ടല്ലോ. വിധു ഈ ഒരു ദിവസം വന്നില്ലെങ്കിൽ എത്ര ആൾക്കാരെന്നെ ചോദിക്കറിയോ? ഇഷ്ടമായിട്ടാണ് എന്നെ കൂട്ടണില്ല ചില സമയത്തൊന്നും, അതാ പ്രശ്നം. ശരിക്കും എന്നെ കൂട്ടണില്ല. അതായത് എനിക്കൊരു സ്ലീപ്പിംഗ് പാർട്ട്ണറെ ആവശ്യമില്ല. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ മറ്റേതിൽ പറഞ്ഞ കാര്യമാണ്. എന്താ അറിയോ, നിനക്ക് വിശന്ന് കഴിഞ്ഞാൽ നീ ആരോ ഹീറോയിൻ പോലെ ആവും പറഞ്ഞാൽ ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞിട്ടില്ല, കണ്ണൊക്കെ കൊണ്ടിട്ട് മറ്റേ തൂങ്ങി പിടിച്ച് വരവ് വരും. പിന്നെ പല കാര്യങ്ങളും വിളിച്ച് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കൂട്ടാറ്. പക്ഷെ ഉണ്ടെങ്കിൽ എനിക്കൊരു കാര്യമാണ്, കാരണം നമുക്ക് ഈ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ചെയ്യാമല്ലോ. ആ ഒരു ലിബേർട്ടി നമുക്കില്ല. പക്ഷേ ഇന്ന് ഞാൻ വരുത്തി ഇന്ന് ഇവിടെ നിന്നിട്ട് ഉറക്കം ഊഞ്ഞാലായിട്ടുണ്ടായിരുന്നു, കൺകളിൽ ഊഞ്ഞാലായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും റെഡിയാക്കി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് പിന്നെ ഗബ്രി വന്നിട്ടൊന്ന് സീരിയസ് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ നീക്കിട്ടേ വേഗം കാണാന്ന് വെച്ചിരിക്കുമ്പോൾ ഈ ചങ്ങായി ഇരുട്ടത്ത് വന്നു. അവിടെ കുട്ടികളെ സ്കൂളിലൊക്കെ വിടൊക്കെ വേണ്ടേ? ഇവരെന്തെങ്ങനെ ലൈവ് കാണണോ അതോ കോൺസെൻട്രേറ്റ്? 7:40 അതിന്റെ മുന്നേ വന്നിട്ടുണ്ടാവും. 7:30 ആയപ്പോഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതെന്താ റീസൺ അറിയോ? ശരിക്കും കുട്ടേട്ടൻ വേറെ എന്തൊക്കെയോ റീസൺ പറഞ്ഞിട്ടുണ്ടാക്കി. ഞാൻ വിചാരിച്ചു എന്താ റീസൺ പറയണ, പല്ല് തേച്ച് കുളിച്ച് നിൽക്കുന്ന ജാസ്മിനെ കണ്ട. കാരണം ജാസ്മിന്റെ വീട്ടുകാർ വന്നപ്പോൾ ഓള് കിടന്നുറങ്ങുകയാണ്. ഗബ്രി വരുമ്പോ ഈ പല്ലിയൊക്കെ അതാ ജാസ്മിനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം. അല്ല, അതൊന്നല്ല. കുട്ടേണ്ട അങ്ങനത്തെ ചിന്ത കണ്ട ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. ചിന്ത കണ്ട അതൊന്നല്ല. അതെന്താന്ന് വെച്ചാല് ഈ ഗബ്രി വരുന്നതും ജാസ്മിന്റെ വീട്ടുകാർ വരുന്നതും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാണാനുണ്ടാവും. ലൈവ് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ എന്താ ഇവര് വിചാരിക്കുന്ന വെച്ചാൽ രാത്രി എപ്പിസോഡില് TV-യിൽ എപ്പിസോഡ് കാണാൻ കുറച്ച് ആൾക്കാരുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാ. TV അല്ലേ? കാരണം TV-യിൽ ഇത് കാണാൻ കുറച്ച് ആൾക്കാർ കൂടുതൽ ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാവും. അതെ, കാരണം പിന്നെ ലൈവ് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ആ ദിവസം. ഇതാവുമ്പം എപ്പിസോഡ് അന്ന് നന്നായിട്ട് കാണും ആൾക്കാരെ. ഈ ആശയത്തോട് പിന്താങ്ങുന്ന ആൾക്കാർ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആകെ 2 ലൈക്ക് വാങ്ങിയിട്ട് കുടുങ്ങിപ്പോയി. അത് ഞാൻ ചോദിക്കില്ല കേട്ടോ, അങ്ങനത്തെ ബുദ്ധിമുട്ട് പോയില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കേട്ടോ. എന്താണെന്നുണ്ടെങ്കിൽ ഗബ്രി സുന്ദരക്കുട്ടനായിട്ട് പുലർച്ചെ കോട്ടും സൂട്ടും ഇട്ടിട്ട് വന്നു. ഒരു കല്യാണത്തിനൊക്കെ ഒരുങ്ങി വന്ന പോലെ അല്ലേ? നല്ല രസമായിട്ട് ഹാൻസം ആയിട്ട് വന്നു. പിന്നെ അങ്ങനെ റൂമിലെത്തുന്നു. അവൻ അടുക്കളയിൽ കൊണ്ടുപോയി ഇരുത്തുന്നു രതീഷ് മാമൻ. രതീഷിനെ വിളിച്ചു ഗബ്രി വിളിച്ചിട്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും എനിക്കത് പറയാൻ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വിഷുക്കണി കാണിക്കാൻ. പക്ഷെ ജാസ്മിൻ രതീഷ് ഇത്തിരി ചുടലുണ്ടാക്കി തരുമോ ചോദിച്ചപ്പോ വേഗം എണീറ്റു കേട്ടോ. അത് നമ്മൾ കാണണം. അതായത് ജാസ്മിൻ പെട്ടെന്ന് എണീറ്റിട്ട് ഇത്തിരി ചുട. ചിലപ്പോ ഉറക്കൊക്കെ ആണെങ്കിൽ പറയില്ല, ഞാൻ പോയി ഉണ്ടാക്കിക്കോളൂ പറയില്ല, അതൊന്നും പറഞ്ഞില്ല. ഒറ്റയ്ക്ക് വേഗം എണീറ്റിട്ട് വന്നു. രതീഷ് അല്ലെങ്കിൽ തന്നെ തൊണ്ട പോണ ആളാണ്. എന്താണെന്ന് ഗബ്രി വന്നു കണ്ടപാടെ ജാസ്മിൻ പല്ലിയേക്കാൻ ഓടി. കെട്ടിപ്പിടിച്ചു. അവിടെ ഇരുന്നു. കുട്ടിയുടെ എന്താ കണ്ട അവിടെ കണ്ടതിന് ശേഷം അവിടെ ഇരുന്നു ജാസ്മിൻ. അപ്പൊ ഗബ്രി അടുത്ത് വന്നിട്ട് പിന്നെ എണീറ്റിട്ട് കെട്ടിപ്പിടിച്ചു. അതിന് ശേഷം അവള് കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറി. അത് ഇത്രയും ദിവസം അവിടെ ഒരുപാട് ക്യൂട്ട്നെസ് ഉള്ളതുകൊണ്ട് കുറെ വാരി വിതറിയാലും തീരാത്തത്ര ക്യൂട്ട്നെസ് അല്ല. ഇതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ കുറച്ച് ദിവസം 2-3 ദിവസം മുമ്പൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് വേറൊരു ജാസ്മിൻ ആയിരുന്നു. ഇന്ന് ഗബ്രി വന്നപ്പോ ചിലപ്പോ എല്ലാം കൂടി അങ്ങോട്ട് ഇതായത് ഗബ്രി ഇവര് എന്നോട് ഞാൻ കംപ്ലൈന്റ് പറയട്ടെ എന്നൊക്കെ കൊണ്ടാക്കി വിട്ടിട്ട് വൈകുന്നേരം ഉണ്ടല്ലോ പേരൻസും പറയേണ്ട വിട. ചിലപ്പോ ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും സംസാരിക്കും. എന്നെ തന്നെ അപ്പൊ എന്തൊക്കെ പറയും. ഞാൻ അറിഞ്ഞില്ല ശംഖു, നീ നന്നായത് പറഞ്ഞില്ലേ, ഇത്രയും വലിയവനായ ലാലേട്ടൻ മറ്റേ സിനിമ പറഞ്ഞ ഒരു കാര്യം. അതാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ പറയും, നീ ഇത്രയും വലിയവനായ വിവരം ഞാൻ അറിഞ്ഞില്ല. പോട്ടെ, എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പക്ഷെ കുറച്ച് ബോറായിരുന്നു. അല്ല, കുറച്ച് കൂടുതലായിരുന്നു. അതായത് കാണിക്കൽ ഗബ്രിയോ അങ്ങനെയൊക്കെ കാണിക്കൽ കുറച്ച് ഗബ്രി ഞാൻ മുഴുവൻ പറയട്ടെ. അതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ്. ആ ചങ്ങായിന്റെ കൈ മുറിഞ്ഞു അവിടെ എവിടെ തോണ്ടിട്ട്. ഞാൻ ആലോചിച്ചൊക്കെ എന്റെ കൈയൊക്കെ പലപ്പോഴും നമ്മളായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. നമ്മളെന്ത് കൈ
കൈയൊക്കെ പല ആൾക്കാർക്കും ഇവിടെ മുറിയാറുണ്ട്. ശോടാ ഒരു കൈ മുറിഞ്ഞാലൊക്കെ ഇങ്ങനെ ഇതൊക്കെ വല്ല കൈയൊക്കെ മുറിഞ്ഞു പോയ മാതിരിണ്ട്. എന്തോ നോക്കട്ടടാന്നൊക്കെ പറയും. പക്ഷേ ഈ ചങ്ങായി കൈ വലിക്കുന്നില്ല. പക്ഷെ ഗബ്രി ഇന്ന് ഇപ്രാവശ്യം കുറച്ച് എന്താ പറയാ ഈ തൊടലും പിടിക്കലൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ കൈ വെക്കുമ്പോഴേക്കും ഗബ്രി വേഗം കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഗബ്രി ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് അയ്യോ ഗബ്രി ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുമല്ലോ. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊരു എന്താ പറയാ ഗബ്രി കുറച്ചൊരു എനിക്ക് തോന്നുന്നു ജാസ്മിൻ അങ്ങോട്ട് ഇങ്ങനെ തൊടാൻ പോകുമ്പോഴും കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുന്ന പോലെ എനിക്ക് തോന്നി. ശരിക്കും തോന്നി. പിന്നെ ഗബ്രി എല്ലാരോടും മിങ്കിൾ ചെയ്യുന്ന പോലെ തോന്നി. ജാസ്മിൻ്റെ അടുത്ത് മാത്രം ഇരുന്ന് സംസാരിക്കാണ്ട് വീട്ടിലുള്ളവരോടൊക്കെ മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്ന പോലെ തോന്നി കേട്ടോ. ശരിക്കും ഗബ്രിയുടെ ചിലപ്പോൾ തോട്ട് ഇങ്ങനെയായിരിക്കും, ചിന്തിക്കണേ എന്തായിരിക്കും വെച്ചാൽ എനിക്ക് തോന്നി ഇതാണ്. കാരണം ഇനിയിപ്പോൾ അവനായിട്ട് ഇവക്കൊരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് മൊമെന്റിൽ ആ കുട്ടിയുടെ വോട്ട് കളയണ്ട വിചാരിച്ച് ഗബ്രി കുറച്ച് മെച്യൂർഡായി ചിന്തിക്കുന്ന ആളാണ്. അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും ഗബ്രി കൂടുതൽ ഇത് വരുത്താതെ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് പാട്ടൊക്കെ പാടി നടന്നിരുന്നു. ലൈവിൽ കുറെ പാട്ടൊക്കെ പാടി ഇരിക്കുന്നു. ഗബ്രിയുടെ അടുത്ത് ഫുൾ ടൈം ജാസ്മിന്റെ അടുത്തായിരുന്നില്ല. അയ്യോ ഞാൻ സമ്മതിച്ചുട്ടോ ഗബ്രിനെ. കാരണം എന്താ അറിയോ, ഞാൻ പറഞ്ഞുതരാം, ഇത്രയും പുറത്ത് പ്രശ്നങ്ങളുണ്ടായി. ഞാൻ വിചാരിക്കും ഇതൊന്നും ബാധിച്ചിട്ടേ ഇല്ലാത്ത പോലെയാ, ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറയട്ടെ, അയാളൊരു ഇപ്പോൾ അഫ്സൽ സംസാരിച്ചതും ഒക്കെ കേട്ടിട്ടില്ലേ ഗബ്രി? പക്ഷെ ഗബ്രിയുടെ മനസ്സിൽ എങ്ങനെയായിരുന്നു ജാസ്മിനോടുള്ളത് അതേപോലെ ഗബ്രി തിരിച്ചു വന്നിട്ടും പെരുമാറിയത്. ഗബ്രി നോക്കിയിരുന്നവര് അല്ല ജാസ്മിൻ നോക്കിയിരുന്നവര് ഇങ്ങനെ ആ ജാസ്മിൻ അതിന്റെ ഇടയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെ എങ്ങനെ ഇരിക്കണ്ടായിരുന്നു. എന്തോ ആക്ഷൻ കാണിച്ച് പോടുന്നു. ഞാൻ എന്റെ ക്ലിപ്പ് അത് കഴിഞ്ഞ് അങ്ങനെ കാണിച്ചില്ല, എങ്ങനെ നോക്കിയിട്ടേലു. പിന്നെ എന്തോ അതല്ല, അതെന്താ അതിന്റെ പുറകിലേറെ നോക്കണേന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. എനിക്കും ആ പ്രായമൊക്കെ നമുക്ക് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഴിഞ്ഞതല്ലേ. അതായത് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആള് പോയിട്ട് പിന്നെ വരുമ്പോഴേ കാണാണ്, കൺകുളിരില്ലേ, കാണില്ലേ, ഒന്നും കൂടി കാണില്ലേ, ഇങ്ങനെ കുട്ടേട്ടൻ എപ്പോഴാ വരിക? കുട്ടേട്ടൻ നേരത്തെ ഒരു ഓഫീസിൽ നിന്നൊക്കെ ചോദിച്ചോട് അത്രയും ജബ്രി കോമ്പോല് ചോദിച്ചു. വെറുതെ പറയട്ടോ കൂടെ, ചിലവരെങ്കിലും വിശ്വസിക്കൂട്ടോ. വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്ന ആൾക്കാർ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ടെങ്കിൽ അവരെ മോഹൻലാൽ വിളിച്ചോണ്ടിരല്ലോ. പോട്ടെ, അപ്പൊ ഇതാണ് സ്ഥിതി. ഒരുവിധം അവർക്ക് പറഞ്ഞു എന്നാ നന്നായിട്ട് അവര് വരട്ടെ, അവര് ഇഷ്ടംമാതിരി ചെയ്യട്ടെ. അവർ തമ്മിൽ എന്തായാലും പ്രേമാണ്. ജാസ്മിൻ എന്തായാലും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ജാസ്മിന് ശരിക്കും പ്രണയമാണ്. ശരിക്കും ജാസ്മിന് പ്രേമം എന്ന് പറഞ്ഞൊരു സംഭവമാണ്, അല്ലാണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല. എനിക്ക് സംശയം ജാസ്മിൻ ഇത്രയും കാലം മുമ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയില്ല ആൾക്കാർ ഓരോരുത്തരെ. പക്ഷെ ജാസ്മിൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് ഇപ്പോഴാണോ എന്ന് വരെ തോന്നിപ്പോയിക്കും. കാരണം ആ സ്നേഹത്തിന്റെ ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ആള് വരുന്നതിൻ്റെതും കണ്ടിരിക്കുന്നു. അവൻ അവിടെ മറ്റേ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തർ. അപ്പൊ ഗബ്രി സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ കരഞ്ഞോണ്ടേ ഇരിക്കുക. അത് കണ്ടുവോ? കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ശ്രീതു ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കണം. അതെന്താ വെച്ചാൽ ജാസ്മിൻ അപ്പോഴും ചിന്തിക്കുന്ന ഇതായിരിക്കും, ഗബ്രി ഇവിടെ വന്ന് സംസാരിച്ചല്ലോ, വീണ്ടും എനിക്ക് കാണാൻ പറ്റിയില്ലോ, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ നമ്മൾ അവന്റെ ശബ്ദം കേൾക്കുന്ന ഈ വീട്ടിൽ, അവന്റെ ശബ്ദം ഈ വീട്ടിൽ കേൾക്കണം. അപ്പൊ ഇത് വേറൊന്നും അല്ല, അത് ശരിക്കും ഇഷ്ടമാണ്, വേറെ ഒരു ഇതുമില്ല. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും പറഞ്ഞിട്ടും ഒരു പാവം ബ്ലോക്ക് ഡാഡി നിങ്ങൾ വെള്ളത്തിൽ വിട്ടടും പോലെ ആയി. ഇതിൽക്കെടുത്തില്ലല്ലോ അച്ഛനമ്മേനോ? അച്ഛനമ്മ ഇപ്പൊ ഒന്ന് വേണ്ട, അടുത്തത് പറയൂ. പോസിറ്റിവിറ്റിയുടെ ഞാൻ കുറച്ച് പോസിറ്റിവിറ്റിയുടെ ആളാണ്. പക്ഷെ ഞാൻ നെഗറ്റീവ് പറയുകയൊക്കെ ചെയ്തിട്ട് ഞാൻ നെഗറ്റീവ് ഇഷ്ടം പോലെ പറയാറില്ലേ. അല്ല അല്ല, ഇപ്പൊ ക്യാമറ ഓഫ് ആവുന്നതോട് കൂടി ഞങ്ങൾക്ക് എന്താ വെച്ചാൽ 15-20 മിനിറ്റ് പോസിറ്റിവിറ്റി വാരി പതറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഓഫ് ആവുന്നതോട് കൂടി. പിന്നെ ഇതാ മൈക്കാണ്ട് ഊരിക്കഴിഞ്ഞാൽ വേറെ ആളായി മാറും. ശരിക്കുള്ള ഞാൻ ഇതല്ല, ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്ത്. അയ്യോ, പിന്നെ ഇഷ്ടപ്പെട്ട ഒരു സീൻ കേട്ടോ, ജിൻഡോ രതീഷും അല്ലേ, അവര് തമ്മില്. ഇനി അത് ജിൻഡോന്റെ ഫാൻ ആയതുകൊണ്ടാണ്, അല്ല ഇതും നന്ന അതും നന്ന് നോക്കുന്നത്, അത് വേറൊരു രീതിയിൽ ഇത് വേറൊരു രീതിയിൽ. ജിൻഡോ രതീഷും കൂടി എനിക്ക് കിട്ടിയ മല്ലയ്യ എന്നൊക്കെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കുന്ന ഒരു സീന് കണ്ടു. ഒന്നത് പക്ഷെ ജിൻഡോനെ കുറിച്ചിട്ടൊരു കാര്യം, ഇനിയിപ്പോൾ ജിൻഡോനെ ഇതാക്കാന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ജിൻഡോ അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു വേറുള്ളവരെ പറ്റിയിട്ട് അങ്ങോട്ട് കൂടി കുറ്റം പറയാറില്ല. ഇല്ല, കുറച്ച് കുറവ്, എനിക്ക് കുറവാണ് പറഞ്ഞിട്ടുണ്ടാവും, കുറവാണ്, സാധാരണ കുറവാണ്. അത്യാവശ്യം നല്ല രീതി. ഇന്നലെ ഋഷിനോടൊക്കെ പറഞ്ഞ മോട്ടിവേഷൻ കണ്ടില്ലേ, നീ പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് നീ പുറത്തുനിന്ന് ആൾക്കാരെ നീ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ നീ ഇത്രയും ദിവസം 100 ദിവസം ഇവിടെ നിന്നതാണ്, മറ്റവരാദ്യം പോയതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു ഇതൊക്കെ ക്വാളിറ്റി എല്ലാവരും സമ്മതിക്കണം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ വാഴയിലയിൽ പേരെഴുതിയൊരു സംഭവം അല്ലേ ഇത്,
പ്രതീകാത്മകമായിട്ട് വാഴയിൽ അപ്പൊ ചോദിക്കാൻ ഗബ്രി ചോദിക്കണ്ടല്ലേ എന്നെ വാഴയാക്കിയില്ലേ വാഴയാക്കിയില്ലേ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കണ്ടാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇന്ന് 2 ദിവസം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. യെസ് 2 ദിവസം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അർജുൻ്റെ ഒരു കേസ് പറഞ്ഞു. പക്ഷെ എന്താണെന്നറിയോ, പുറത്തുള്ള ആൾക്കാർക്ക് ഈ ഡൗട്ട് വന്ന സമയം സെയിം ടൈം തന്നെ അകത്ത് ശ്രീതുവിന് വന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇതല്ലേ, അതൊക്കെ ശരിക്കും എന്തോ സംശയം തോന്നിയില്ലേ. ഞങ്ങൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഇനീഷ്യലി ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിലൊരുപാട് കമൻസ് ഉണ്ടായി. അതിൽ ആദ്യം എതിർത്ത ആൾക്കാരെന്നെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ അങ്ങനത്തെ 2-3 കമൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നുള്ള രീതിയിൽ കമൻസ് വന്നു. കണ്ടോ നോക്കണ്ടതാണ് ഞാൻ നോണ അറിയാച്ചിട്ടാണ് സാധാരണ. അല്ല അത് ശരിക്കും, പക്ഷെ അന്നും അതെ ഞാനത് ഉറപ്പിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. കാരണം എനിക്കറിയില്ല. കാരണം അർജുൻ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ അതിന്റെ ഉള്ളിൽ നല്ലൊരു ക്യാരക്ടറുള്ള വ്യക്തിയായിട്ടാണ് കണ്ടത്. എനിക്ക് ഈ ശ്രീധുവിന്റെ പുറകെയുള്ള ഈ കോംബോ ഉണ്ടല്ലോ ആദ്യമൊക്കെ, അത് മാത്രമേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മനഃപൂർവ്വം ഒരു കോംബോ സൃഷ്ടിച്ച പോലെ അതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരാളെ കാണുമ്പോൾ തോന്നില്ലേ നല്ലൊരു ക്യാരക്ടർ, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അർജുന്. പക്ഷെ ഇപ്പൊ പുറത്ത് കേൾക്കണ കാര്യം അന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് ശ്രീധു അർജുനോട് ശരിക്കും പറയുന്നുണ്ട്, അർജുൻ ഫേക്ക് ആണ്. ക്യാമറ ഇല്ലെങ്കിൽ നിന്റെ ഇതെന്താ കറക്റ്റ് ആയിട്ട് അറിയാം. ക്യാമറ ഇല്ലെങ്കിൽ അർജുൻ എന്താണെന്നുള്ളത് അറിയാം. കൺട്രോൾഡ് അർജുൻ, ഇതന്നെയാണ് കൺട്രോൾഡ് അർജുൻ. പേരാണ് കൺട്രോൾഡ് അർജുൻ. നീ കൺട്രോൾ ക്ലാസ്സിന് എവിടെ പോയിട്ടുണ്ട്? പിന്നെ പറയാം നീ ഏമാത്ര മക്കളെ നീ മക്കളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? മക്കളെ നിങ്ങളെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു? അപ്പൊ എന്തോ സീരിയസ് ആയിട്ട് സംഭവം. അപ്പൊ ഇവൻ പറഞ്ഞു നീ റിഗ്രറ്റ് ചെയ്യും, പുറത്ത് വന്നു കഴിഞ്ഞാൽ നീ റിഗ്രറ്റ് ചെയ്യും, ഞാൻ ഇതന്നെയാണ്, നിനക്ക് അതിന് കുറ്റബോധം തോന്നും, കാരണം ഈ ഞാൻ തന്നെയാണ് അതെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ശ്രീതു അപ്പോഴും പറയുന്നുണ്ട് എനിക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട്, അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഒരു 10 വർഷം 9 വർഷം കഴിഞ്ഞ് വന്നാലും ഞാൻ ഇങ്ങനെ തന്നെയാവുന്നു. അപ്പോഴും ശ്രീതു പറയുന്നുണ്ട് ഇല്ല ഫേക്കാണ്, കൺട്രോൾഡ് അർജുനാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ശ്രീതുവിന് അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. ഓക്കെ, ഒന്നത്. പിന്നെ ശരണ്യ വന്നപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞ് ശ്രദ്ധിച്ചു. അർജുന് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, നിനക്ക് ഗുഡ് ന്യൂസ് ഉണ്ട് അങ്ങനെ എന്തോ പറഞ്ഞു. സിജോ പുറത്ത് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ ഒരു പ്രത്യേക ചിരിയും ചിരിച്ചു. ഒരു പക്ഷേ ചിലപ്പോൾ സിജോ സപ്പോർട്ട് കൊടുക്കുന്ന അർജുനാണെന്നുള്ള കാര്യം ഉള്ളിൽ ശരണ്യ പോയി പറഞ്ഞതിൻ്റെ ബാക്കിയാണെന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു സംഗതി ഇതുണ്ട്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിഷേകും ഋഷിക്കും ആയിക്കോടെ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അഭിഷേകിനൊക്കെ നല്ല രീതിയിൽ എല്ലാവരും അപ്സരയ്ക്ക് അതിനുള്ളിൽ ചവിട്ടാൻ തന്നെ ഇഷ്ടമില്ല. അപ്സര ഒട്ടും ഹാപ്പി അല്ല, മൂഡ് ഓഫ് ആണ്. ലൈവില് കാണാത്തവരോട് പറയാം, ലൈവിലൊക്കെ ഫുൾ മൂഡ് ഓഫ് ആണ്. അപ്സര ഒരു പ്രത്യേകത. അപ്പോൾ നമ്മള് ആരാണ് ശ്രീലേഖ ഒരുപാട് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്, എന്തിനാ അങ്ങനെ ആവണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇതാക്കുന്നുണ്ട്. റസ്മിനൊക്കെ പിന്നെ ഒന്നും ഒരു പ്രശ്നമേ അല്ല, ഒരു വിഷയം തന്നെയല്ല റസ്മിനൊന്നും. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് പിന്നെ അടുത്തുള്ളത് അഭിഷേക് ജയദീപ് വന്നു. അഭിഷേക് പറഞ്ഞു ഒരു കോംബോ, എനിക്ക് നിന്നോട് കൂടുതൽ ശരണ്യയുടെ കേസ് നമ്മൾ പറഞ്ഞല്ലോ. അഭിഷേക് ജയദീപ് പറഞ്ഞു എനിക്കൊരു കോംബോ ഇവിടെ മിസ്സായിന്ന്. ജാസ്മിനോട് ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ട് ജാസ്മിന്റെ കോംബോ നല്ലൊരു കോംബോ ഞാൻ നശിപ്പിച്ചു. പക്ഷെ അതെന്താ അഭിഷേക് പൊട്ടത്തരം വേണം. ഞാൻ മനസ്സിലാക്കിയത് അഭിഷേക് ഔട്ട് ആവുന്ന സമയത്ത്, ഔട്ട് ആവുന്നതിന് തലേ ദിവസമൊക്കെ ഉള്ളൂ ജാസ്മിനെതിരെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് വോട്ടൊക്കെ ഇതായില്ലേ, അങ്ങനെ പിന്നെ എന്താ അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും. ഒന്നത്. പിന്നെ എവിക്ഷനെ വിളിച്ചപ്പോഴൊക്കെ വെച്ചു ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഒന്ന് ആരുടെയും ബർത്ത്ഡേ ആണോ എന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ അന്ന് പുറത്താക്കുന്ന ദിവസമായിരുന്നു, മഴയത്തൊരു എവിക്ഷൻ. പക്ഷെ ആദ്യമായിട്ടോ മിഡ് നൈറ്റ് എവിക്ഷൻ. മിഡ് നൈറ്റ്. അപ്പൊ ഞാൻ മിഡ് നൈറ്റ് എവിക്ഷൻ മിഡ് വീക്ക് അല്ലേ എന്ന് വെച്ചാൽ അല്ലാതെ മിഡ് നൈറ്റ് എവിക്ഷൻ ആണ് പറഞ്ഞത്. അങ്ങനെ ഒരു ടേം ഇല്ലെങ്കിൽ തന്നെ അത് കണ്ടുപിടിച്ച വ്യക്തിയാണ്. അല്ല വേറെ ആരൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ശ്രീതു ഔട്ടായി, അർജുൻ കരഞ്ഞു, അതും മഴയത്ത്. കണ്ണീരാരും കാണാതിരിക്കാനാ തോന്നുന്നുണ്ട്, മഴയത്ത് തന്നെ അർജുൻ. ചാർലി ചാപ്ലിന്റെ സങ്കടം വന്നിട്ടുണ്ടാവേ ഇത്രയും ദിവസം ഒരുമിച്ച് നിന്നതല്ലേ. ചാർലി ചാപ്ലിന്റെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് അറിയോ? എന്താണത്? എനിക്ക് പറയുന്നത് എന്താ പറയാ, അതല്ലേ ആ കുട്ടേട്ടനല്ല. പിന്നെ എന്താ അത് പറയണ ഈ പലപ്പോഴായിട്ട് മൂളുണ്ട്, അത് പറഞ്ഞിട്ട് മതി ഇനി മുന്നോട്ട് പോലെ. എന്താ അത് കഥ ആന്ന് പറയും. എന്നിട്ട് അവളിങ്ങനെ അതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ബാക്കി പറയുമ്പോ ഇവള് വലിയ ആളാവും ചെയ്യും. അപ്പൊ അതെല്ലാവർക്കും അറിയണം, വെറുതെ നാണം കെടുത്തല്ലോ. എന്താ പറയുന്നത്? ഒന്നുമില്ല, ഞാൻ എനിക്ക് മഴയത്ത് നടക്കാൻ കാരണം കരയണത് എല്ലാവർക്കും അറിയണം കേട്ടോ എന്ന് പറയണതാ. അതെ, അത് ചാർലി ചാപ്ലിന്റെ കേസ് അയച്ചത് ഇപ്പൊ എല്ലാവർക്കും അറിയണായില്ലേ. ഞാനല്ലോ പറയാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതുണ്ടായി. അർജുൻ അവിടുന്ന് കരഞ്ഞു.
സങ്കടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും അല്ലെ, പാവം വിഷമിച്ചിട്ട് തന്നെ ആയിരിക്കും. സങ്കടം ഉണ്ടാവും, കാരണം ശ്രീതുമായിട്ട് അത്രയും നല്ല ഇതിലായിരുന്നു. പിന്നെ മാത്രല്ല ഇന്നത്തെ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും ഉണ്ട്, ശരണ്യയും എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കാന്നൊക്കെ ശ്രീതു പ്ലാൻ ചെയ്തതല്ലേ. ശ്രീതുവിന്റെ വിഷമം എനിക്ക് കൂടുതൽ അതാ തോന്നുന്നത്. എല്ലാവരും ഉണ്ട് ആ വീട്ടില്. അപ്പൊ ആ രാത്രി തന്നെ അങ്ങോട്ട് പോയപ്പോഴേ വിഷമമുണ്ടാവും. പക്ഷെ ശ്രീതുവിന് ഈസി ആയിരിക്കും, ഇന്ന് രാത്രി വിട്ടാൽ നേരെ വീട്ടിൽ പോകാൻ പറ്റും. ചെന്നൈ തന്നെയല്ലേ? അല്ല, ചെന്നൈ തന്നെയല്ലേ, അതുകൊണ്ടായിരിക്കും വിട്ടത്. വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ തിരിച്ചു വരാമല്ലോ. ഇതൊക്കെ ഞാൻ ആലോചിച്ചതാട്ടോ. ഇങ്ങനെ സ്വന്തമായിട്ട് ഇരുന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു കേസാണ്. അതെ. പിന്നെ വേറൊരു സംഭവം നമ്മൾ എവിടെയോ കേട്ടു, അതായത് ശ്രീധുവിന്റെ ആർമി സപ്പോർട്ട് ചെയ്യുന്ന അഭിഷേകിനെയാണ്, അർജുനെ അല്ല എന്നുള്ളത്. എത്രത്തോളം സത്യാവസ്ഥ എന്ന് അറിയില്ല. എന്തൊക്കെയോ ഈ അർജുനെ ചുറ്റിപ്പറ്റി ഒരുപാട് നിഗൂഢ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ ആരൊക്കെ എവിടെയൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. ആരെങ്കിലും അറിയുകയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെന്താ, പിന്നെ ഇന്നിപ്പോൾ ജാസ്മിൻ പറഞ്ഞൊരു സംഭവമുണ്ട്. ശ്രീധു ഔട്ടായപ്പോൾ സീസൺ 6 ഏറ്റവും ഭാഗ്യം ചെയ്ത കപ്പിൾസ്, ഭാഗ്യം ചെയ്ത 2 പേർ ആരൊക്കെയാണ്? അർജുനും പിന്നെ ശ്രീധു. അവർക്ക് ഒരുപാട് ദിവസം കൂടെ ഗബ്രി ചോദിച്ചു 90 ദിവസം എത്ര 100 ദിവസം നിൽക്കാൻ പറ്റിയില്ല. അതെ, ഈ വിഷമം എന്താ പറഞ്ഞത്, ഋഷിക്കും അവൾക്കും ഒക്കെ വിഷമം മനസ്സിലാവുള്ളൂ. അതിനേക്കാൾ കൂടുതൽ മനസ്സിലാവും എനിക്ക് ആ വിഷമം. ഞാൻ കൊള്ളൂല. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ലാസ്റ്റ് പറഞ്ഞത് ഞാൻ ഇവിടെ കൊള്ളാത്തവളാണ്, എല്ലാവരും അങ്ങനെ എന്നെ പറയണ. എന്നിട്ട് പിന്നെ പ്രത്യേക ആക്ഷനൊക്കെ ഞാൻ കൊള്ളില്ല. അത് പിന്നെ പക്ഷെ ടോപ്പ് 5 എത്തിയത് ഞാൻ കൊള്ളാത്തവളാണ്. ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് ആ ഗബ്രി, ഞാൻ കൊള്ളില്ല, ഞാൻ അങ്ങനെയാണെന്നൊക്കെ. അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റൗണ്ടപ്പ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ട് വേറെ ഒന്നുമില്ല. സിബിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരമുള്ള വീഡിയോ ആയിരുന്നു. ഏട്ടന്മാരും അനിയത്തിക്കുട്ടി എയർപോർട്ടിൽ കണ്ടു. അനിയത്തിമാരും അനിയത്തിക്കുട്ടി ഒരുമിച്ച് 3 പേരും വരുന്നുണ്ട്. ഇടയ്ക്ക് ഫ്ലൈറ്റ് മിസ്സായി എന്നൊരു സംഗതി അവിടെ അത് കേട്ടു. ഫ്ലൈറ്റ് മിസ്സായി പറഞ്ഞു. ഞാൻ ഇനി ഫ്ലൈറ്റ് മിസ്സായിട്ട് പോകണില്ല പോകുന്നു, അല്ല പോകുന്നുണ്ട് പോകുന്നുണ്ട് അടുത്ത ഫ്ലൈറ്റിന്. അപ്പം അങ്ങനെ പൊന്നാങ്ങളമാരും അനിയത്തിക്കുട്ടിയും കൂടി വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ബാക്കിയൊക്കെ എന്താ ഇനി നാളെ അടുത്തൊരു എപ്പിസോഡിലല്ലേ ഇത്. അപ്പോൾ ഞാൻ സിബിൻ്റെ കേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഫോളോ അപ്പ് ഞാൻ ഒരു കാര്യം ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടു, കണ്ടവർക്കായിട്ട് കേട്ടോ. ഞാൻ എന്തായാലും അതിൽ ആ എപ്പിസോഡ് സിബിൻ്റെ കേസ് ഫോളോ അപ്പ് നമ്മൾ നടത്തില്ല. ആ ലൂപ്പ് കിടന്ന് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ആൾ അപ്പുറത്തുനിന്ന് ലൈവ് ഇട്ടിരുന്നു, അപ്പോൾ നമ്മൾ ചോദിച്ച ആൾ, അപ്പോൾ അതിന് പകരം പല ആൾക്കാർ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുള്ള ആ കുറച്ച് പോയിന്റ്സിന് മാത്രമുള്ളൊരു മറുപടിക്ക് സംശയം, എന്താ മറുപടിക്ക് എന്ന മറുപടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അല്ലേ ഇതോ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. പിന്നെ ഒരു കാര്യം, ഒരുപാട് പേര് ഇത് നമ്മളോടൊരു സംഭവം ചോദിച്ചിട്ടുണ്ട്. എന്താണ് എനിക്ക് നമ്മൾ ബാക്കിൽ കാണുന്ന ഈ ഫോട്ടോ, ആദ്യം ഞാൻ പറയാൻ പറഞ്ഞു ഇത് കുറേ കമൻസ് ആവും. നമ്മളെ ബാക്കിൽ കാണുന്ന ഒരു ഫോട്ടോ, ഞങ്ങളെ ബാക്കിൽ കാണുന്ന ഫോട്ടോ അല്ലേ, ആ ഫോട്ടോ ഒന്ന് കാണിച്ചു ചോദിച്ചിട്ട്. അയ്യോ അത് ചോദിച്ചിട്ടുണ്ട്. ഇത് കമന്റ് ഇപ്പൊ കാണിച്ചിരുന്നു ഞാൻ. ഭയങ്കര തടിച്ചൊന്നുമല്ല ഇത്. അത് മോന് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് മോൻ ഉണ്ടായിട്ട് കുറച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ. കണ്ടോ, ഇതാണ് ഞങ്ങളിത് മോൻ ഉണ്ടായ ഉടനെ, അത് മോനാണ്, ഇത് അച്ഛനാണ്, ഇത് ഞാനാണ് കേട്ടോ. 3 വർഷമായിട്ടുള്ള ഞാൻ താടി മോന് എത്രയോ മാസമായിട്ടേ ഉള്ളൂ, 5 മാസം ഇങ്ങനെ ഒരു ഇത്. ഈ ഫോട്ടോ ഒരുപാട് പേര് ചോദിക്കണം. ഈ വീഡിയോയിൽ ഇങ്ങനെ ഫോട്ടോ കാണുന്ന സമയത്ത് ചോദിക്കണം. ഡെലിവറി കഴിഞ്ഞിട്ട് ഭയങ്കര ഇപ്പത്തേക്കാളും കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഫോട്ടോ ആണ് ആൾക്കാർ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ 2-3 വർഷമായിട്ടുള്ള താടി വെച്ചിട്ട് അതുവരെ ക്ലീൻ ഷേവ് വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് നമ്മളെ കണ്ടറിയില്ല അല്ലേ. കൂട്ടത്തിൽ അതും കൂടി പോട്ടെ. ഞങ്ങൾ കല്യാണ വീഡിയോ മുതൽ, ഞങ്ങളെ ഫോട്ടോസ് മുതൽ, ഞങ്ങൾ പരിചയപ്പെട്ട് മുതൽ അത് മുതൽ ഞങ്ങളൊന്ന് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ അതിന് വേണ്ടി. എത്ര വർഷം പരിചയമായിട്ടാ കല്യാണം കഴിച്ചത്? നമ്മൾ 7 വർഷത്തോളം ലവ് ചെയ്തതിനു ശേഷം. 7 കല്യാണം കഴിച്ചത് എത്ര വർഷം കഴിഞ്ഞിട്ടാ? കല്യാണം കഴിച്ചത് അത്രയും വർഷം കഴിഞ്ഞിട്ടല്ലേ? 10 വർഷം കഴിഞ്ഞു. പോയി ഇന്നത്തെ ദിവസം തെറ്റി, നമ്പർ തെറ്റി. പിന്നെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഞാനിങ്ങനെ എന്ത് തെറ്റിച്ചാലും വിഷയമല്ല, കാരണം നമുക്ക് അത്രയും ഓർമ്മയില്ല. നമ്മൾ ഫസ്റ്റ് കണ്ട ഡേറ്റ് ഒറ്റയ്ക്ക് പറയാൻ പറ്റുമോ നമുക്ക് അറിയില്ല. അതാണ് എൻ്റെ സമാധാനം. മറ്റ് ഭർത്താക്കന്മാർക്ക് ഇല്ലാത്ത ഒരു ലക്ഷറി എനിക്ക് തോന്നാൻ എന്താ അറിയോ, ഡേറ്റുകൾ തെറ്റിച്ചാലും പ്രശ്നമല്ല. ഡേറ്റുകൾ അങ്ങനെ ഓർത്ത് തെറ്റിച്ചാൽ അങ്ങനത്തെ ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ അയ്യോ ആ ഡേറ്റ് അത് അങ്ങനെ ഒന്ന് വിചാരിച്ചു. ഇതുപോലെ ഭാഗ്യവാന്മാരായ ഭർത്താക്കന്മാരോ ഭാര്യമാരുണ്ട് കമന്റ് ചെയ്യട്ടോ. ആരെന്നറിയോ, ഒരു പ്രശ്നമില്ല, കാരണം നമുക്ക് അറിയണ്ടാവില്ല. ഇവിടെ നേരെ ഓപ്പോസിറ്റാ വരാം. എനിക്കൊരു ഡേറ്റ് ഓർമ്മ കിട്ടില്ല. ഞാൻ ബർത്ത്ഡേ എങ്ങനെയെങ്കിലും പിടിച്ചു, അയ്യോ ഇന്നതാണ് റിമൈൻഡർ ഒക്കെ ഇട്ടിട്ടാ വെക്കില്ല. രാവിലെ എന്റെ ഫേസ്ബുക്കിലൊക്കെ എടുത്ത് നോക്കും. ഫേസ്ബുക്കിലുണ്ട്, അത് വേഗം കിട്ടും. ഫേസ്ബുക്കിലുണ്ട്. കുട്ടേട്ടൻ ആരാ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഇന്ന് കുട്ടേട്ടൻ്റെ ബർത്ത്ഡേ അങ്ങനെയൊന്നല്ല. അതൊന്നുമില്ല കേട്ടോ.
അതില്ല. അപ്പോൾ ആ ചോട്ടി പൊളിക്കണ്ട. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ടേക്ക് കെയർ. പിന്നെ നീണ്ടു പോയത് നമ്മൾ 15-ാം തീയതി ടേക്ക് കെയർ കേട്ടോ. നമുക്ക് പറഞ്ഞാലും വിശേഷങ്ങൾ തീരില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ സ്നേഹിക്കുന്നവർ നമ്മൾ കൂടെ ഉണ്ടെന്ന ഫീലിംഗ് ഉണ്ട് കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ. കമൻറ്റ് ചെയ്യണേ പ്ലീസ്.